അന്ധവിശ്വാസാനാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. ഇത്തിഹാദ് ശുബ്ഹാനിൽ മുജാഹിദീൻ ISM. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. أهل الكبائر والآثام واللمم ترجى لهم توبة الغفران بالندم. أما أخو البدعة المغرور يحسبها قربى فلا يرعوي عن مسلك التهم. واعلم بأن رسول الله فارقنا
على المحجة لم ينقص ولم يهم وكل أمر أتانا فيه مبتدع نرده ذاك مردود من القدم لا نرتضي بدعة في الدين نرفضها وإن أتت من سليم القلب محترم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രഭാഷണ പരിപാടിയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അവൻ്റെ ദീനിനെ അതിൻ്റെ യഥാർത്ഥമായ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്നെ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ തുടങ്ങി അന്ത്യപ്രവാചകനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പരിസമാപ്തി കുറിക്കപ്പെട്ട പ്രവാചക ശൃംഖലയിലൂടെ ഏതൊരു മനുഷ്യരും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടുന്ന ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടങ്ങളിൽ യോജിക്കുന്ന നിലക്ക് പഠിപ്പിച്ചു തരികയും അവസാനമായി അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് പൂർത്തിയാക്കി തരികയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിലൂടെ പൂർത്തിയാക്കപ്പെട്ട ആ ദീനുൽ ഇസ്ലാം അത് ഏറ്റവും വലിയ ഒരു നിഅമത്തായിട്ടാണ് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാം അത് വലിയ അനുഗ്രഹമാണ്. ഇസ്ലാം നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഏറ്റവും വലിയ പരാജയത്തിൽ പെട്ടുപോകുമായിരുന്നു എന്നതിൽ സംശയത്തിന് അവകാശമില്ല. അല്ലാഹു പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്തിനെ നിങ്ങൾക്കിതാ പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്ന ആശയം വരുന്ന ആ വചനം സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 വരുന്ന സഹാബാക്കളുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. ദീനായിട്ട് എന്തെല്ലാം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം, ദീനായിട്ട് എന്തെല്ലാം വിശ്വസിക്കണം, ആചരിക്കണം എന്നതിന് യാതൊരു അർത്ഥശങ്കക്കുമിടയില്ലാത്ത വിധത്തിൽ കൃത്യമായി അല്ലാഹുവിൻ്റെ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് പൂർത്തിയാക്കി തരികയാണ്. അത് വളരെ കൃത്യമായി ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് റസൂലുള്ള പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട്, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദീനിനെ എത്തിച്ചു തന്നില്ലയോ എന്ന് 10,000 വരുന്ന സഹാബാക്കളുടെ മുമ്പിൽ വെച്ച്
അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഹാബത്ത് ഒന്നടങ്കം, അതേ നബിയേ, അങ്ങ് ബല്ലഗ്ത റിസാല, അങ്ങയിൽ ഏൽപ്പിക്കപ്പെട്ട റിസാലത്ത് അങ്ങ് എത്തിച്ചു തന്നിട്ടുണ്ട്. വ അദ്ദൈതൽ അമാനത, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്താതെ അങ്ങ് പരിപൂർണമായും നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങളതിന് സാക്ഷിയാടി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ട് സന്തോഷിക്കുകയും അവിടുന്ന് വാനലോകത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ ജനങ്ങളുടെ മുമ്പാകെ വീഴ്ച വരുത്താതെ കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും ഞാൻ പഠിപ്പിച്ചു എന്നതിന് നീ സാക്ഷിയാണല്ലോ. വളരെ സന്തോഷത്തോടുകൂടി നിറകണ്ണുകളുമായി അല്ലാഹുവിന്റെ റസൂൽ അത് പ്രഖ്യാപിക്കുകയാണ്. ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നഴിയാതെ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളെ ഇനി റസൂലുള്ളാഹിയുടെ ശേഷം അതിലില്ലാത്ത ഒന്ന് പുതിയതാരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി മൊഴിഞ്ഞിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ, ഒരു അമല് ആരെങ്കിലും ചെയ്താൽ, എങ്ങനത്തെ അമലാണ് ലൈസ അലൈഹി, ആ അമല് ചെയ്യുന്നതിനില്ല അംറുനാ, നമ്മുടെ കൽപ്പനയില്ല. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമൽ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആശയം തന്നെ വരുന്ന മറ്റൊരു വാചകവും പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നും വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനാൽ പരിപൂർണമാക്കപ്പെട്ട ഈ ദീനുൽ ഇസ്ലാമാകുന്ന നിഅമത്തുണ്ടല്ലോ, ആ ഇസ്ലാമാകുന്ന നിഅമത്ത് ലഭിക്കപ്പെട്ട ഭാഗ്യവാന്മാരായ നമ്മൾ ആ നിഅമത്ത് ലഭിക്കപ്പെട്ടതിന് റബ്ബിനോട് ശുക്ർ ചെയ്യാൻ കടപ്പെട്ടവരാണ്. നിഅമത്ത് തന്നനാഥനോട് ശുക്ർ കാണിക്കേണ്ടവരാണ് നമ്മൾ. റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ഇസ്ലാമാകുന്ന ഈ നിഅമത്തിന് റബ്ബിനോട് നാം കൂറ് കാണിക്കേണ്ടതുണ്ട്. റബ്ബിനോട് നാം ഓരോരുത്തരും ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങളെ യാതൊന്നും അതിൽ കൂട്ടിച്ചേർക്കാതെ, യാതൊന്നും തന്നെ അതിൽ നിന്ന് കുറവ് വരുത്തുകയും ചെയ്യാതെ എങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ, വഅലം ബി അന്ന റസൂലല്ലാഹി ഫാറഖനാ അലൽ മഹജ്ജതി ലം യൻഖുസ് വലം യഹിമി വകുല്ലു അംരിൻ നതാന ഫീഹി മുബ്തദിഉൻ നറുദ്ദുഹു ദാക മർദൂദും മിനൽ ഖിദമി. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നീ പഠിച്ചു വെച്ചോ. വഅലം, നീ ശരിക്ക് മനസ്സിലാക്കിക്കോ, നീ നന്നായി ഗ്രഹിച്ചോ മുസ്ലിമേ, ബി അന്ന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നീ എന്താ മനസ്സിലാക്കേണ്ടത്? ആ റസൂലുള്ള ഫാറഖനാ, നമ്മിൽ നിന്ന് ആ റസൂല് വിട പറഞ്ഞത് ഈ ദീനിനെ എങ്ങനെയെങ്കിലും അനാഥമാക്കി വിട്ടുകൊണ്ടല്ല, ഇസ്ലാമിനെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക്, പകൽ വെളിച്ചം പോലെ സുവ്യക്തമായ നിലക്ക് സമ്പൂർണമാക്കി തന്നുപോയി. ഇനി അതിൽ കൂട്ടേണ്ടതില്ല, നീ കുറക്കേണ്ടതില്ല. അതിലില്ലാത്ത ഒന്നൊരുത്തൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നയം എന്താണെന്നോ, വകുല്ലു അംരിൻ നതാന ഫീഹി മുബ്തദിഉൻ നറുദ്ദുഹു ദാക മർദൂദും മിനൽ ഖിദമി. വേരോടെ തന്നെ നമ്മൾ അതിനെ പിഴുതെറിയുന്നതാണ്. അത് തള്ളിക്കളയേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ. കാരണം ഒരു ബിദ്അത്തിനെയും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ന നേതാവിന് മതം തിരിഞ്ഞിട്ടില്ലെന്ന് വാദിക്കുന്നതിന് തുല്യമല്ലേ പൂർത്തിയാക്കി തന്ന ദീനിൽ ഇനിയും എന്തൊക്കെയോ വേണമെന്ന് വാദിക്കുന്ന നിലക്ക് അങ്ങനെ ഒരുത്തൻ പുതിയതൊന്നും ഈ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഇതിലുള്ളതൊന്നും ചുരുക്കാനും മുസ്ലിമീങ്ങൾ സമ്മതിക്കുന്നതല്ല.
എന്തേ കാരണമെന്നല്ലേ? എത്ര വലിയ ശുദ്ധഹൃദയമായി അഭിനയിച്ചു വരുന്നവനാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് അവന്റെ വാദം വേണ്ട. കാരണം പഠിച്ചു വെച്ചോ. എന്താണ് കാരണമെന്ന് പറയുന്നു. ലനർതദീ ബിദ്അതൻ ഫിദ്ദീനി നർഫിളുഹാ വഇന്ന തത്മിൻ സലീമിൽ ഖൽബി മുഹ്തറമീ. എത്ര ആദരിക്കപ്പെടുന്നവനാണെന്ന് പറഞ്ഞാലും എത്ര ഇഖ്ലാസോടെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാലും ഞങ്ങളൊരു ബിദ്അത്തിനെയും മതത്തിൽ വെച്ച് വെറുപ്പിക്കുന്നതല്ല, ഞങ്ങളതിനെ തൃപ്തിപ്പെടുന്നവരല്ല, ഞങ്ങളത് തള്ളിക്കളയുന്നവർ തന്നെയാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂലിലൂടെ പൂർത്തിയാക്കപ്പെട്ട മതം എല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജനങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു. ജനങ്ങളെ, നരകത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളത് സർവം ഞാൻ വിരോധിച്ചിരിക്കുന്നു എന്ന ആശയം വരുന്ന നിലക്ക് വളരെ കൃത്യമായി അല്ലാഹുവിൻ്റെ റസൂല് ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ അംഗീകരിച്ചോ, എങ്കിലേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന ഉദ്ദേശം മാത്രമുണ്ടായാൽ പോരാ, അതിന് ചെയ്യുന്ന അമലും നന്നാകണം. ഉദ്ദേശം മാത്രം നന്നായാൽ പോരാ. എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം നേടണം എന്ന ഒരു നിയ്യത്ത് കൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. നീ അതിനു വേണ്ടി ചെയ്യുന്ന അധ്വാനമുണ്ടല്ലോ, ആ അധ്വാനം അല്ല പൊരുത്തപ്പെടുന്ന അധ്വാനമായിരിക്കണം, അല്ല പഠിപ്പിച്ച അലക്കായിരിക്കണം. അത് അല്ലാഹുവിനാണ് അധികാരമുള്ളത്, അത് പഠിപ്പിക്കാനുള്ള അവകാശം അല്ലാഹുവിനാണുള്ളത്. അത് അവൻ തെരഞ്ഞെടുത്ത ദൂതരിലൂടെ ഈ ഭൂമുഖത്ത് നിർവഹിക്കപ്പെട്ടു പോയിട്ടുമുണ്ട്. അതേ നിലക്ക് പ്രവർത്തിച്ചാലേ പരലോകത്ത് രക്ഷ തേടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂല്, ആ റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങളിലൂടെ പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിൽ യാതൊന്നും ചേർക്കാതെ ഉള്ളൊന്നും കുറക്കാതെ കൃത്യമായി അനുഷ്ഠിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യൻ്റെ കർമ്മം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. പരലോകം എനിക്ക് നേടണം, ആഖിറത്തിൽ രക്ഷപ്പെടണം, അല്ലാഹുവിൻ്റെ തൃപ്തി നേടണം എന്ന് ലക്ഷ്യം വെച്ചതുകൊണ്ട് മാത്രമായില്ല. അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അതേ അധ്വാനം തന്നെ പ്രവർത്തിച്ചാലേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന നിയ്യത്ത് വെക്കുകയും റൂട്ട് മാറി അധ്വാനിക്കുകയും ചെയ്താൽ ആഖിറത്തിലെത്തുമ്പോൾ എന്ത് നേടാനാണ്? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എൻ്റെ സഹോദരന്മാർ ശരിക്കിവിടെ ശ്രദ്ധിക്കണം. അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞ ഉപാധികളെ സംബന്ധിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം. അല്ല പറയുന്നു, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം ലഭിക്കപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നാ അല്ലാഹു തആല പറയുന്നത്? വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനെ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം മാത്രമുണ്ടായതുകൊണ്ട് ഫലമുണ്ടെന്നല്ല പറഞ്ഞിട്ടുണ്ടോ? വസഅലഹാ, ആ ആഖിറത്തിന് വേണ്ടി അവൻ അധ്വാനിക്കുകയും ചെയ്യുന്നു. സഅയഹാ, ആഖിറത്തിൻ്റെ അധ്വാനം എന്താണെങ്കിൽ അത് അധ്വാനിക്കണം. ഓരോരുത്തർക്ക് തോന്നുന്നതൊക്കെ ചെയ്തത് കൊണ്ട് ആഖിറത്തിനുള്ള അധ്വാനമാവുകയില്ല. അതേതാണെന്ന് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിനാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. ആ റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അധ്വാനങ്ങൾ ഏതാണോ ആ അധ്വാനം റൂട്ട് തെറ്റാതെ നീ ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തോ. അത് ചെയ്യുമ്പോൾ നീ ആളുകളെ കാണിക്കണം എന്ന ലക്ഷ്യമല്ല നിനക്ക് വേണ്ടത്. വഹുവ മുഅ്മിൻ, അത് ചെയ്യുന്നവന്റെ മനസ്സിൽ നല്ല ഈമാന് വേണം. കാപട്യമില്ലാതെ, കുഫറില്ലാതെ, ശിർക്ക് കലരാതെ, ശുദ്ധമായ കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായ നിലക്ക്, ഈമാനുള്ള മനുഷ്യനായ നിലക്ക്
ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുകയും ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അധ്വാനവും പ്രവർത്തനങ്ങളും എന്താണെങ്കിൽ അത് തന്നെ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറാ, അത്തരത്തിലുള്ള ആളുകളുടെ അധ്വാനം അല്ലാഹു നന്ദിയോടുകൂടി സ്വീകരിക്കപ്പെടുന്നതാകുന്നു. അതല്ലെങ്കിൽ എത്ര അധ്വാനിച്ചിട്ട് എന്താണ്? ആഖിറത്തിലെത്തുമ്പോൾ എത്രയെത്ര ക്ഷീണിച്ച് തളർന്ന മുഖങ്ങളാണ്. ഉജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അതാ ആഖിറത്തിൽ എത്തി നോക്കുമ്പോ എത്രയോ പേടിച്ചരണ്ട മുഖങ്ങളെ നീ കാണുന്നു. ഉജൂഹു യൗമഇദിൻ ഖാശിയ, പേടിച്ചരണ്ട മുഖങ്ങൾ. ആമിലത്തുൻ, നന്നായി പ്രവർത്തിച്ച മുഖങ്ങളാണ്. നാസിബ, ക്ഷീണിച്ച് തളർന്ന് അധ്വാനിച്ച് തളർന്ന മുഖങ്ങളാണ്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, അത്യുഷ്ടമുള്ള നരകത്തിലല്ലേ അത് പ്രവേശിക്കുന്നത്, കടന്നെരിയുന്നത്. എന്തേ കാരണമെന്നല്ലേ അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ മുന്നറിയിപ്പ് പറഞ്ഞുപോയി. ഖുൽ, നബിയേ ചോദിക്കൂ നബിയേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. അമലുകൾ ചെയ്തിട്ട് പൊളിഞ്ഞുപോയവർ, അമല് ചെയ്യാഞ്ഞിട്ടല്ല, അമല് ചെയ്തിട്ട് തന്നെ, അമലുകൾ കാരണമായി തന്നെ പരാജയപ്പെട്ട കക്ഷികളെ സംബന്ധിച്ച് അറിയിച്ചു തരട്ടെയോ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അല്ലദീന, അവർ ഏത് കൂട്ടരാണെന്നോ? ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ വെച്ചല്ലേ ആഖിറത്തിന് വേണ്ട അമല് ചെയ്യേണ്ടത്. പക്ഷേ ഒരുപാട് അവർ ചെയ്തു പോയി. പക്ഷേ ضل സഅയ്ഹും, അവരുടെ അധ്വാനം റൂട്ട് തെറ്റിപ്പോയല്ലോ. ضل സഅയ്ഹും, അവരുടെ അധ്വാനമൊക്കെ പിഴച്ചുപോയല്ലോ. അങ്ങനെ റൂട്ട് തെറ്റിയപ്പോഴും അവർക്ക് മനസ്സിലായില്ല, തെറ്റിപ്പോയല്ലോ. അങ്ങനെ തെറ്റിയാലല്ലേ മടങ്ങുക, തെറ്റി എന്ന ബോധമുണ്ടെങ്കിലല്ലേ മടങ്ങുക. ഞാൻ പിഴവിലാണെന്ന് മനസ്സിലായാലല്ലേ. റൂട്ട് തെറ്റി വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എൻ്റെ വഴി, ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന റൂട്ടിലല്ല ഇപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായാലല്ലേ ഡ്രൈവർ തിരിച്ചു പോരൂ. പക്ഷേ ഈ ഡ്രൈവർക്ക് അത് തിരിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും ധരിച്ചിട്ടുള്ളത് എന്താണെന്നോ? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ തന്നെയാ ചെയ്യുന്നത് എന്ന നിലക്ക് അങ്ങനെ വഴിപിഴച്ചു പോയ കക്ഷികളുണ്ട്. ആ നിലക്ക് കാഫിറായി പോയ ആളുകളുണ്ട് എന്ന ആശയം വരുന്ന ആയത്താണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായ റൂട്ടിലൂടെ പോകുന്ന ഒരു മനുഷ്യനത് തിരിഞ്ഞിട്ടില്ലെങ്കിലുള്ള കുഴപ്പം, വമ്പിച്ച അപരാധവും അബദ്ധവുമാണ് അവന് സംഭവിക്കുന്നത്. കാരണം വ്യഭിചാരമടക്കമുള്ള, മദ്യപാനമടക്കമുള്ള മഹാദോഷങ്ങൾ ചെയ്യുന്ന കക്ഷികൾ പോലും ഒരു കാലത്ത് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കുറ്റബോധത്തോടു കൂടിയാണല്ലോ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ അവർ ഒരിക്കലും അവർ നല്ലതല്ല എന്ന നിലക്കല്ല ചെയ്യുന്നത്, പുണ്യകർമ്മം എന്ന നിലക്കാ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അവരെങ്ങനെ തൗബ ചെയ്യാനാ? അഹ്ലുൽ കബായിരി വൽ അസാമി വല്ലമമി തുർജാലഹും തൗബത്തുൽ ഗുഫ്റാനി ബിന്നദമി. വൻകോധങ്ങൾ ചെയ്യുന്ന ആളുകൾ, വമ്പിച്ച കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ, വൻദോഷങ്ങൾ ചെയ്യുന്ന മഹാപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഖേദമുണ്ട് അവരുടെ മനസ്സിൽ എന്നുള്ളത് കൊണ്ട് അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അവർക്ക് തൗബക്ക് ചാൻസ് ഉണ്ട്. അതേ അവസരത്തിൽ അമ്മാ അഖുൽ ബിദ്അത്തിൽ മഗ്റൂറു യഹ്സബുഹാ
ഖുർബാ ഫലാ യർഅവി അൻ മസ്ലകി തുഹമി. ബിദ്അത്തിന്റെ കക്ഷികൾ അവൻ വഞ്ചിതനായിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല നല്ല അമലുകളാണെന്ന്. അതുകൊണ്ട് ആ തെറ്റിന്റെ റൂട്ടിൽ നിന്ന് തിരിയാൻ അവന് ചാൻസുകൾ പലപ്പോഴും കുറവാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, സർവ്വ സഹോദരങ്ങളും പഠിച്ചു വെച്ചോ. മരണപ്പെട്ടു പോകണ്ടേ നമുക്ക്, ഖബറിൽ കഴിയണ്ടേ നമുക്ക്, റബ്ബിന്റെ കോടതിയിൽ പോയി നിന്ന് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നുകൊണ്ട് കൈകെട്ടി ഉത്തരം പറയേണ്ടവരല്ലേ. അതുകൊണ്ട് ആ നൃത്തത്തിൽ നിനക്ക് രക്ഷപ്പെടോ. സൂര്യൻ ഒരു ചാണുമീതെ കത്തിജ്വലിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ ചെയ്ത അമലിന്റെ തോതനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ഒരു രക്ഷയുമില്ലാതെ നിൽക്കുമ്പോ നിനക്ക് റബ്ബിന്റെ അർശിന്റെ തണല് കിട്ടണ്ടേ. അത് വേണമെങ്കിൽ, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ പുത്തൻവാദങ്ങളുടെ പിന്നാലെ പോകണ്ട. അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച ദീന് മുറുകെ പിടിച്ചോ. ആ മാർഗത്തിലൂടെ മുന്നേറിക്കോ. നീയല്ല തീരുമാനിക്കേണ്ടത് ദീനേതാണെന്ന്. അത് തീരുമാനിക്കാൻ അള്ളയുണ്ടല്ലോ. അത് അള്ള തീരുമാനിച്ചു കഴിഞ്ഞു. അത് പഠിപ്പിക്കാൻ വേണ്ട സംവിധാനം അവരിവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടല്ലേ പോയത്. ആ ദീനിൽ നിന്ന് മാറിക്കൊണ്ട് റസൂലിന് പരിചയമില്ലാത്ത വാദങ്ങൾ, സഹാബാ കിറാമിന് പരിചയമില്ലാത്ത വാദങ്ങൾ, നാളിതുവരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പരിചയമില്ലാത്ത വാദങ്ങൾ, അതുമായി വരുന്ന ദജ്ജാലികൾ, കദ്ദാബുകൾ, നിങ്ങളവരെ സൂക്ഷിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് വളരെ കൃത്യമായി ഈ ഉമ്മത്തിനോട് മുന്നറിയിപ്പ് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ മുൻ പ്രഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഇയ്യാകും വ ഇയ്യാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും. ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഇതാ നമ്മളോട് പറയുന്നു, യകൂനു ഉണ്ടായിത്തീരും ഫീ ആഖിരിസ് സമാൻ, ഈ സമാനിന്റെ അവസാന കാലത്തിൽ ഉണ്ടായിത്തീരും. ദജ്ജാലൂന കദ്ദാബൂന, സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ദജ്ജാലുകൾ. കദ്ദാബൂന, പെരും നുണയന്മാരുണ്ടാകും. സ്വഹാബത്തിനോടല്ലേ ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്? സ്വഹാബാ കിറാമിനോടല്ലേ? യഅതൂനകും മിനൽ ഹദീസി, അവർ ചില ഹദീസുകളുമായി രംഗത്ത് വരും, അവർ ചില വർത്തമാനങ്ങളുമായി രംഗത്ത് വരും. രണ്ട് പറഞ്ഞാലും വിരോധമില്ല. അത് ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പൂർവീകരും കേട്ടിട്ടില്ലാത്ത പുതിയ ഹദീസുകളുമായി, വർത്തമാനങ്ങളുമായി അത്തരത്തിലുള്ള ദജ്ജാലികൾ, കദ്ദാബുകൾ രംഗത്ത് വരുമ്പോ സൂക്ഷിച്ചോ. അവര് നിങ്ങളെ പിഴപ്പിക്കാതെ നോക്കണേ, നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതെ രക്ഷിക്കണേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. കാരണം എന്തെന്നല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ദീന് പൂർത്തിയാക്കി തന്നിട്ട് ആ റസൂൽ വഫാത്താകുന്നത് വരെയും ആ റസൂൽ ജനങ്ങളോട് പ്രസംഗിക്കുമ്പോഴൊക്കെ മുന്നറിയിപ്പ് നടത്താറുണ്ട്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ മുന്തിയ വർത്തമാനം അല്ലാഹുവിന്റെ കലാം തന്നെ. വഖൈറുൽ ഹദീ, ചര്യകളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിയുടെ ചര്യ തന്നെയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വളരെ ദുഷിച്ചത് പുതിയതായുണ്ടായ നടപടിക്രമങ്ങളാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്ആ, എല്ലാ പുതിയതുണ്ടാക്കപ്പെട്ടതും അനാചാരങ്ങളാണ്, പുതിയതൊക്കെയും ബിദ്അത്തുകളാണ് എന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകാത്തൊരു പ്രസംഗമുണ്ടായിട്ടുണ്ടോ?
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബത്തിനോടല്ലേ ആദ്യമായി കേൾപ്പിച്ചത്. ഞാൻ ഇവിടുത്തെ എൻ്റെ പ്രസംഗത്തിൽ എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാര് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടായിരിക്കണം, ഈ പ്രഭാഷണം ഈ നാദാപുരത്ത് വളരെ മുമ്പേ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ ഉള്ളവന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതിവച്ചൊരു ഹദീസായിരുന്നു അത്. നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേൾക്കാത്ത ഹദീസുകളുമായി ആശയങ്ങളുമായി ചില കക്ഷികൾ രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഞാനത് വിശദീകരിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അത് ആദ്യമായി റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് സഹാബിമാരാണ്. അതുകൊണ്ട് സഹാബത്തിനോടുള്ള വാദവും സഹാബത്തിനോടും കൂടിയാണ് റസൂലുള്ളാഹിയുടെ ആ സംസാരം. അപ്പോൾ ചില കക്ഷികൾ ചോദിക്കുന്നു, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ പറഞ്ഞത് സഹാബിമാരും ഉൾപ്പെടുന്നുവെങ്കിൽ സഹാബത്തിന്റെ പൂർവ്വപിതാക്കൾ മുശ്രിക്കുകളല്ലേ? മുശ്രിക്കുകൾക്ക് പരിചയമില്ലാത്ത വാദം കൊണ്ടുവന്നയാള് റസൂലുള്ളാഹി പോകില്ലേ മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യമായി എൻ്റെ സഹോദരന്മാരെ കേൾപ്പിക്കുന്നത്, ഞാൻ ആ ഹദീസ് വായിച്ചപ്പോ എൻ്റെ പേരിൽ 2 കാര്യങ്ങളാണ് പേരോട് മുസ്ലിയാർ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇയാള് പച്ചക്കള്ളമാണ് പറഞ്ഞത്. എൻ്റെ വായനയിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയി. ഞാനതിവിടെ തിരുത്തിയതാണ്. ദജ്ജാലൂന കസ്സാബൂന എന്ന് പറഞ്ഞു തുടങ്ങി. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂന യഅതൂനകും ബി അഹാദീസ എന്നാണ് ഞാൻ ആണ് വായിച്ചത്. അത് മിന്നു വായിക്കേണ്ടിയിരുന്നു. അതൊരു അബദ്ധം സംഭവിച്ചതാണ്. അതേ അവസരത്തിൽ ആ ഒരു അബദ്ധത്തിൽ തൂങ്ങിയതല്ലേ പേരോടന്റെ മുഴുവൻ അബദ്ധങ്ങളും ഈ ഉള്ളവൻ ഇവിടെ എടുത്ത് കാണിക്കാൻ കാരണമായത്. അബദ്ധം ആർക്കും സംഭവിക്കില്ലേ? ആരാണിവിടെ അബദ്ധത്തിൽ പിടിക്കാൻ തുടങ്ങിയതെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോട് ശ്രമിച്ചത് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. എന്താ തെറ്റിദ്ധരിപ്പിച്ചതെന്നറിയോ? അബദ്ധം ആർക്കും സംഭവിക്കൂലേ? നാക്കബദ്ധം പിടികൂടുന്നവനല്ല പേരോട്. അത് ഇയാളാണ്, ഈ മൗലവിയാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലല്ലേ ആരോപണം ഉന്നയിച്ചത്. അതേ അവസരത്തിൽ നാട്ടിലെ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് അറിഞ്ഞുകൂടെ, ഞാനൊരു നാക്കബദ്ധം പിടികൂടിയിട്ടില്ല. അതേ അവസരത്തിൽ ഞാനൊന്നാ ഹദീസ് വായിച്ചപ്പോ ഒരു മിന്ന് ബിയായി പോയത് ഇയാളിവിടെ ആഘോഷിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അക്കാരണത്താൽ നിങ്ങൾ അബദ്ധത്തിൽ നിന്ന് മുക്തനല്ലല്ലോ, നിങ്ങളും അബദ്ധം സംഭവിക്കുന്ന ആള് തന്നെയാണെന്നതിന് തെളിവായിക്കൊണ്ട് പാറക്കടവിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം, നാദാപുരത്ത് പറ്റിയ അബദ്ധം, ആറ്റിങ്ങലിൽ നടത്തിയ അബദ്ധവും അട്ടിമറിയും വമ്പിച്ച വഞ്ചനയും ആ 3 ഞാനിവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചപ്പോ ഇയാൾ കുടുങ്ങിപ്പോയി. അപ്പൊ എല്ലാവരും ഇയാളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ അന്നാ ഒരു അബദ്ധം പിടികൂടി ആഘോഷിച്ചിട്ടല്ലേ അയാൾക്ക് നിങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. അത് മോശമായി എന്ന് അയാൾക്ക് തോന്നിയപ്പോ ഇക്കഴിഞ്ഞ പ്രസംഗത്തിൽ കളം മാറി ചവിട്ടിക്കൊണ്ട് നല്ല പിള്ള ചമയുന്നു പേരോട്. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? ഞാനങ്ങനെ നാക്കിലെ അബദ്ധം പിടികൂടി എന്ന് പറഞ്ഞിട്ട് സെലഫിയുടെ സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു നാക്കബദ്ധവും പിടികൂടിയിട്ടില്ല. അയാൾ ഹദീസ് വായിച്ചതിലെ അബദ്ധത്തെ ഞാൻ ആഘോഷിച്ചിട്ടുമില്ല. അയാളുടെ ഹദീസിന്റെ ആശയത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതല്ലാതെ അബദ്ധത്തിൽ ഞാൻ പിടികൂടിയിട്ടില്ല, അബദ്ധം ഞാൻ വലിയൊരു പ്രശ്നമാക്കിയിട്ടില്ല എന്ന നിലക്ക് അയാൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. വാസ്തവം നിങ്ങൾക്കറിഞ്ഞുകൂടെ? അയാള് എൻ്റെ ആ വായനയിലുള്ള തെറ്റിനെയാണ് 2 പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് ഓഡിയോ പ്രഭാഷണം കേൾപ്പിച്ചതിലൂടെ ആഘോഷിച്ചത്. പിന്നെ അയാൾ എൻ്റെ നാക്കബദ്ധം പിടികൂടി ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സത്യമാവുക? അതുകൊണ്ട് അയാള് എൻ്റെ നാക്കബദ്ധം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് മുൻ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി അയാൾ എൻ്റെ മിൻ ബിയായി പോയത് തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. അതിൽ വലിയ വെല്ലുവിളി വരെ അയാൾ നടത്തുകയുണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ആ ഭാഗമൊന്ന് വീണ്ടും കേൾപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. മൗലവി ഇവിടെ ഒരു ഭയങ്കര തട്ടിപ്പ് എടുത്തു. ഭയങ്കര തട്ടിപ്പ് എന്താ? മൗലവിക്ക് ആളുകളെ സഹതാപം പിടിച്ചിട്ടുണ്ട്. അതിന് മൗലവി എന്ത് ചെയ്തു? മൗലവി ഈ സഹതാപം പിടിച്ചേറ്റാൻ വേണ്ടി എടുത്തൊരു പണി എന്താണെന്ന് ചോദിച്ചാല് പേരോട് എന്റെ ഒരു അബദ്ധം കണ്ടെത്തി വിമർശിച്ചു കളഞ്ഞു. അതെന്താ? അത് എഴുത്തൂനക്കും മിനല്ലഹാദീസി വിമാനം തസ്മഊന്നുള്ള സ്ഥലത്ത് ഞാൻ ബിഅഹാദീസാന്ന് വായിച്ചു വെച്ചു. ഒരു മിന്നി ബിയായി പോയി മക്കളെ. അബദ്ധം ആർക്കും വരൂലേ?
അത് പേരോട് ആഘോഷിച്ച് കളഞ്ഞു വിടുന്നു. അയാളെ കുഞ്ഞാടുകളും ആഘോഷിച്ചു. അപ്പൊ സാധാരണ ആർക്കും തോന്നും അതേതായാലും മോശമായി പോയി. എന്നാ മാന്യ മുസ്ലിം സഹോദരന്മാരെ, വഞ്ചനയാണ്. എന്റെ പ്രശ്നം അവിടെയല്ല. ആ ഹദീസ് മൗലവി ദുർവ്യാഖ്യാനം ചെയ്തു കേട്ടോ. ഇപ്പൊ എന്താ പറഞ്ഞത്? മൗലവി വഞ്ചന നടത്തിയതാണ്. എന്റെ പ്രശ്നം അവിടെയല്ലാന്ന്. ഞാൻ ആ നാക്കബദ്ധം പിടികൂടിയിട്ടില്ല എന്നാ പോയി പറയുന്നത്. നേരെ മറിച്ച് മൂപ്പർ എന്തേ പിടികൂടിയിട്ടുള്ളൂ? ഞാൻ ആ ഹദീസ് ദുർവ്യാഖ്യാനിച്ചു അത്രേ. എന്താ പറഞ്ഞു ഞാൻ ശേഷം പറയുന്നുണ്ട്. ഇപ്പൊ ഇതിലൂടെ എന്താ കള്ളത്തരം പറയുന്നത്? ഇതിലൂടെ പറയുന്നത് ഞാൻ ആ നാക്കബദ്ധം പിടികൂടിയിട്ടില്ല, അത് മൗലവി നടത്തുന്ന വഞ്ചനയാണ്. അയാൾ എന്റെ നാക്കബദ്ധം പിടികൂടിയതും അത് ആഘോഷിക്കുന്നതും രണ്ടാം തവണയും അത് കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വീണ്ടും അത് ജനങ്ങൾ വലിയൊരു പ്രശ്നമാക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ഇടയിൽ സമയം പോകും എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമത്തെ ആഘോഷത്തിന്റെ ആവർത്തനത്തെ നിർത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് അടുത്ത ആ സ്ക്രീനിലൂടെ അല്ലെങ്കിൽ ആ രംഗം കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മനസ്സിലാവുക മൂപ്പരിന്റെ അബദ്ധം പിടികൂടിയിട്ടുണ്ടോ ഇല്ലേ എന്നത്. ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് മൂപ്പര് സഹതാപം പിടിച്ചേറ്റാൻ വേണ്ടി വെച്ച ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. അയാളും അയാളുടെ കുഞ്ഞാടുകളും കൂടി എന്റെ അടുക്കൽ മിന്ന് എന്നതൊന്ന് ബി ആയി പോയത് ആഘോഷിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. ഒരു ഹരിയുണ്ട്. എന്റേത് കേട്ട് പഠിച്ചതാ. എന്നാ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ട. എന്റെ കേസറ്റൊന്ന് മര്യാദ കേട്ടുള്ളായിരുന്നോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. കേസറ്റ് തന്നെ കേൾപ്പിക്കാം. കാരണം മൂപ്പർക്ക് ഹദീസ് അറിഞ്ഞൂടാ. മൂപ്പര് ഹദീസ് വായിച്ചത് തെറ്റാണ്. ഹദീസ് വായിച്ചത് തെറ്റാണ്. കാരണം മൂപ്പര് ഹദീസ് പഠിച്ചില്ല. പ്രസംഗത്തിന്റെ കേസറ്റിന്റെ പകുതി കേട്ട് പഠിച്ചതാ. എന്നിട്ട് ഇവിടെ കൊണ്ടൊന്ന് അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഈ വേണ്ടാ വേലകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുക. ഒന്ന് വെച്ചാട്ടോ മോനെ. അന്ത്യനാളിനോടടുക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച, അതുപോലെ തന്നെ അവർക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത വിശ്വാസാദരങ്ങളുമായി പലരും സമൂഹത്തിൽ രംഗത്ത് വരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്നഉ അൻതും വലാ ആബാഉകും. ഓ സഹാബത്ത്, കേട്ടോ. യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്നഉ അൻതും വലാ ആബാഉകും. അങ്ങനെ ഹദീസേ ഇല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു മൗലവിനെ. എന്താ ഹദീസിന്റെ ഗീത? നോക്കി പഠിക്കണം മൗലവിമാരി. എന്തിനീ വിവരക്കേട് വളർത്തണം? ഷാഫി ഇമാമിന്റെ വിവരമില്ല, സലഫിക്കാ വിവരം. എന്താ നാളാവത്ത് കൊണ്ടുവരാണ്. സലഫിനെ വലിയ വിവരമുള്ള ആൾ കൊണ്ടുപോകുന്നതല്ലേ. എന്റെ ഹദീസ് ആദ്യമായിട്ട് പറഞ്ഞ ഹദീസാണ്. അത് എന്നെ പച്ചക്കള്ളാവാണ്. ഹദീസിലുള്ള അങ്ങനെയല്ല. ഹദീസിലുള്ള വാചകം ഞാൻ ഇമാം മുസ്ലിം റളിയല്ലാഹു സഹീഹ് മുസ്ലിം ഹദീസ് ഞാൻ നോക്കി വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫീ ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും ബിഅഹാദീസ. അയാൾ പറഞ്ഞു അങ്ങനല്ല. യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യഹും ലാ യുളൂനകും വലാ യഫ്തിലൂനകും. ഞാൻ എന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്. ഇത് മൂപ്പര് എവിടെയോ കേട്ടൊന്ന് പഠിച്ചു വെച്ചതാ. ഞാൻ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ടേ? അത് പഠിക്കുമ്പോ മനസ്സിലാവില്ലെങ്കിൽ സമയം പോകും. പിന്നെ ആവർത്തിച്ചു വെച്ചാലും ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ? ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുത്തേക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്.
യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഓ സഹാബത്തെ, ഇതാണ് ഞാൻ പറഞ്ഞത്. യഅ്തൂനകും ബിഅഹാദീസ, യഅ്തൂനകും ബിഅഹാദീസ എന്നല്ല മൗലവി, യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അപ്പോ ഒരു വസ്തു പഠിക്കാതെ വിളമ്പാൻ നടക്കണേ, പഠിച്ചിട്ട് വേണ്ടേ മതം പറയാൻ? ഒരു വസ്തുവും പഠിക്കാതെ വിളമ്പാൻ നടക്കുകയാണ്. മൂപ്പരെടുത്ത് കേട്ട് പഠിച്ചതാണെന്ന് പഠിക്കാൻ പറ്റിയ ഒരു സാധനം. ഇന്നലെ കേട്ടില്ലേ എല്ലാവരും? മസാർ എന്ന് വായിക്കാൻ അറിയാവുന്ന ആലിം എന്താ വായിച്ചത്? മറ്റു ചാറുകളും അല്ലേ? മസാർ വായിക്കാൻ അറിയോ? നോർമൽ വായിക്കാൻ അറിയോ? നവർമലും അൺനവർമലും ആ നമ്മളെ വിഷയം എന്നല്ലേ പറഞ്ഞത്? ഒരപേക്ഷ എന്നുള്ളത് മലയാളത്തിൽ വായിക്കാൻ അറിയോ? ഒരു പക്ഷേ എന്നല്ലേ വായിച്ചത്? എന്തെല്ലാം അബദ്ധങ്ങൾ വായിച്ചു. ഇയാളെടുത്ത് തന്നെ കേട്ട് പഠിക്കണ്ടേ അല്ലേ? നല്ല ആലിമ. ഞാൻ നഴ്സറി ക്ലാസ്സിലൊന്നും ക്ലാസ് എടുക്കൂലേ, നിങ്ങൾ അതിന് പറ്റൂലേ? അതിന് പോലും നിങ്ങളെ പറ്റൂല. നഴ്സറി കുട്ടികൾക്ക് നവർമൽ പഠിപ്പിക്കാൻ പറ്റുമോ? അതിനാ പറഞ്ഞ നാദാവൃത്തി ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടുണ്ട് പുതിയത്. വന്നോ പഠിച്ചോ, അവിടെ കയറി നവർമലല്ല നോർമലാണ് പഠിച്ചോ, അവിടുന്ന് കയറി പഠിക്കുക. അങ്ങോട്ടൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ട. ഇതെന്തിനാ ഞാൻ കേൾപ്പിച്ചത് മൂപ്പര് ഇവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ അബദ്ധം പിടികൂടിയിട്ടേ ഇല്ല. 2 പ്രാവശ്യമാണ് ആ ഒരു അബദ്ധം വെച്ച് ആഘോഷിക്കുന്നത്. എന്നിട്ട് പറയണേ ഞാൻ പിടികൂടിയിട്ടില്ല. ഇപ്പൊ പിടികൂടിയെന്നിപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ തൊട്ട് മുമ്പ് സ്ക്രീനിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ നിന്ന് കാണിച്ച ഭാഗം പച്ചക്കളവാന്ന് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയതും. ഇങ്ങനെ പലതും പറയുന്ന ആൾക്കാരുണ്ടാവും. തന്നെയുമല്ല, പിന്നെ മൂപ്പരെന്താ പറഞ്ഞറിയോ? ഞാൻ പറഞ്ഞ ആശയത്തിലും തകരാറുണ്ട്. ഞാൻ പറഞ്ഞ ആശയം വമ്പിച്ച തെറ്റാണ്. അങ്ങനെ പറയാനേ പാടില്ല. എന്താ ആശയത്തിലെ തകരാറ്? അദ്ദേഹം പറയട്ടെ. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതെന്നല്ല. സഹാബത്തിന്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു സഹാബിയാ. ഉപ്പാരാന്നറിയോ? അബൂജഹല. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പ കേൾക്കാത്തത് പറയുന്ന പോലെ വരും തന്നെ അബൂജഹല്. അബൂജഹല് കേൾക്കാത്തത് പറയുന്നോ എന്നല്ല. മൗലവിക്ക് മത അറിയണ്ടേ? മൗലവിക്ക് മത അറിയണ്ടേ? മത അറിയുന്ന ആളെന്താ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യം കേൾക്കുന്നത് സഹാബത്താണ്. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പമാര് എന്ന് പറയുമ്പോൾ അതാദ്യം കേട്ടത് ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഇക്രിമത്ത് കേട്ട സഹാബിമാരുടെ കൂട്ടത്തിൽ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു ആണ്. ആ ഇക്രിമന്റെ ഉപ്പ അബൂജഹൽ മുശ്രിക്കല്ലേ? അബൂജഹലിന്റെ പാരമ്പര്യമുള്ളവർക്ക് വേഗം അബൂജഹലിനെ ഓർമ്മ വരിക. ഞങ്ങളൊക്കെ ആദ്യം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ ഓർത്തത്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ ഉമർ ഖത്താബാ അല്ലേ? അങ്ങനെ എത്ര സഹാബിമാരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ എന്തേ ഇയാൾ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹുവിനെ മാത്രം പിടിച്ചത്? കാരണം ബാപ്പനോട് ആദർശപരമായിട്ട് നല്ല പാരമ്പര്യം ഉണ്ട് മൂപ്പർക്ക്. അതുകൊണ്ട് അബൂജഹലിന്റെ പാരമ്പര്യം പറയണ്ടേ? അപ്പൊ മൂപ്പർക്ക് അതേ ഓർമ്മ വന്നുള്ളൂ. ഞങ്ങൾക്കൊന്നും അത് മാത്രമല്ല ഓർമ്മ വന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് മുഴുവൻ മനസ്സിലാക്കി. അതിൽ പലരുടെയും പിതാക്കന്മാര് മുഅ്മിനുകളായിരുന്നു. അപ്പൊ സഹാബിമാര് പെടൂലാന്ന് ഇയാളോട് ആരാ പറഞ്ഞത്? ഞാൻ പിന്നെ പറയട്ടെ. ഇമാമിങ്ങൾ പറഞ്ഞോ? ആരാ പറഞ്ഞത്? അൻതും എന്ന് പറഞ്ഞാൽ അതിൽ സഹാബത്ത് പെടുകയേ ചെയ്യില്ല എന്നാരാ പറഞ്ഞത്? സഹാബത്ത് പെടൂലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ. അപ്പൊ പിന്നെ സംശയം ഉണ്ടാവും ശ്രോതാക്കൾക്ക്. അപ്പൊ മൗലവി അപ്പറഞ്ഞിലൊരു കാര്യല്ലേ? റസൂലുള്ളാഹിയുടെ സഹാബത്തിൽ പലരുടെയും പൂർവ്വപിതാക്കൾ മുശ്രിക്കുകളല്ലേ? അപ്പൊ അവർക്കൊന്നും പരിചയമില്ലാത്ത വാദം എന്നാണോ പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇയാൾ അടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉള്ളവന്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന്റെ പൂർവ്വപിതാക്കൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ റസൂലുള്ളാഹി വരേക്കുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ വളരെ നല്ല നിലക്ക് പിൻപറ്റി വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥമായ ജീവിതം ജീവിച്ചിട്ടുള്ള ഉത്തമരായ വിശ്വാസികളുമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പൂർവീകരായ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ അനുയായികൾക്കും അതുപോലെ തന്നെ സഹാബത്തിനും ഇനി അന്ത്യനാൾ വരെയുള്ള എല്ലാ ആളുകൾക്കും ഏതൊക്കെ മുഅ്മിനീങ്ങൾ ആദം അലൈഹിസ്സലാം കാലം തൊട്ടുണ്ടോ ഏതാളുകൾക്കും പരിചയമില്ലാത്ത വാദങ്ങളുമായി രംഗത്ത് വരും എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തെ ഇയാൾ കട്ടുമുറിച്ചിട്ടല്ലേ ഇവിടെ കേൾപ്പിച്ചത്? എന്തേ ഞാനത് മുമ്പേ വിശദീകരിച്ചിരുന്നില്ലേ? നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇക്രിമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂജഹിലല്ലേ അതിൽ പെടുക എന്ന സംശയം നിങ്ങൾക്ക് തോന്നുമായിരുന്നോ? നിങ്ങൾ എന്തേ എന്റെ പ്രസംഗം കട്ടുമുറിച്ചത് എന്തിനാ? ഞാനത് മുമ്പേ പറഞ്ഞിരുന്നതല്ലേ? സംശയമുണ്ടോ? ഒരിക്കൽ കൂടി കേൾപ്പിക്കാം.
അതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വിശദീകരിച്ച ഭാഗം എൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള, അതുപോലെ തന്നെ ആ ശബ്ദം ശ്രവിക്കുന്ന സ്വഹാബ കിറാം അടക്കമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പരിചയമില്ലാത്ത ചില വർത്തമാനങ്ങളും അവർക്ക് പരിചയമില്ലാത്ത അഖീദകളും വിശ്വാസങ്ങളുമായി കൊണ്ട് പിൽക്കാലത്ത് ചില ആളുകൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അദ്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാരെ കൃത്യമായി അംഗീകരിച്ചിട്ടുള്ള അതാത് തലമുറകളിലെ മുഅ്മിനീങ്ങളും പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കുമൊന്നും പരിചയമില്ലാത്ത, അവർ കേട്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില കക്ഷികൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കേട്ടോ, ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ? ഇവിടെ അബൂജാഹിലാന്ന് ഞാൻ പറഞ്ഞോ? അബൂജാഹിലാന്ന് ഞാൻ ഉദ്ദേശിച്ചോ? ഇല്ല, ഇതെന്റെ ആദ്യ പ്രസംഗത്തിലേ വന്നതാണ്. ഇത് ഇയാൾ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല ഒന്നുകിൽ. ഇനി അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ആ വാചകങ്ങൾ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോ കട്ടുമുറിച്ചതാണ്. അതല്ലേ സ്വഭാവം? ദുബായിലെ പ്രസംഗത്തിന്റെ ഒരക്ഷരത്തെ കേൾപ്പിക്കുന്ന നിലയ്ക്ക് തന്നെ കട്ടുമുറിച്ച സ്വഭാവമല്ലേ? അങ്ങനെ എത്ര കക്കലുകൾ നടന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞോളൂ. അപ്പോ മൂപ്പര് പറയുന്നത് എന്താണെന്നറിയോ? അത് നമ്മളും നമ്മുടെ ബാപ്പപ്പാപ്പമാരും ഒക്കെ കേൾക്കാത്ത വാദങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്തത്. നമ്മളും നമ്മുടെ വാപ്പപ്പാപ്പമാരും കേട്ടിട്ടുണ്ടോ തറാവീഹ് 8 3 11 ജുമാ ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ, അതുപോലെ തന്നെ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് പറയുന്നു അത് മുജാഹിദിനെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്ന്. എന്നാ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഈ ആളുകളുടെയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാര് മുഴുവൻ മുസ്ലിമീങ്ങളാണോ? ഈ ആളുകളാണ് ഉദ്ദേശം എന്ന് വന്നാലും നിങ്ങൾക്ക് ഈ സംശയം ബാക്കിയുണ്ടാവില്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരുടെയും എത്ര ഉപ്പാപ്പമാരുടെ പേര് പറയാൻ കഴിയും? എത്ര പേരുടെ പേര് പറയാൻ കഴിയും? ഒരു 4 ഉപ്പാപ്പമാര് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് നായരോ തീയരോ ഒക്കെ അല്ലേ വരുന്നത്. അതല്ലേ പല കവികളും പാടിയത്? പാടിയിട്ടില്ലേ നിങ്ങൾ അംഗീകരിക്കുന്നവർ അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെന്താ അതുകൊണ്ട് ഉദ്ദേശം? അല്ലാഹുവിന്റെ റസൂല് പറയുന്നല്ലോ, ഈ കക്ഷികൾ ഒരുപാട് കക്ഷികളായി പിരിയും, എന്റെ ഉമ്മത്തും ഒരുപാട് കക്ഷികളായി പിരിയും. ജൂതന്മാര് കക്ഷി തിരിഞ്ഞതുപോലെ, ക്രിസ്ത്യാനികൾ കക്ഷി തിരിഞ്ഞതുപോലെ എന്റെ ഉമ്മത്തും കക്ഷി തിരിയും. എല്ലാ കക്ഷികളും നരകത്തിൽ തന്നെ. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഒരൊറ്റ കക്ഷി ഒഴികെ എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ ആരാണവരെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ കക്ഷിയുടെ ഭാവം പറഞ്ഞത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊന്നിൽ നിലകൊണ്ടോ ആ കാര്യങ്ങളിൽ നിലകൊള്ളുന്നവരാകുന്നു. അപ്പൊ റസൂലുള്ളാഹിക്കും സഹാബത്തിനും പരിചയമില്ലാത്ത, ഗാമികളായ പ്രവാചകന്മാർക്ക് പരിചയമില്ലാത്ത ഈ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഖബർ കെട്ടി പൊന്തിക്കുക, അവിടെ വിളക്ക് കൊളുത്തുക, അതുപോലെ തന്നെ ജാറം മൂടുക, അതുപോലെ തന്നെ നേർച്ചപ്പൂരങ്ങൾ നടത്തുക, അതേപോലെയുള്ള ഒരുപാട് ആഘോഷങ്ങളും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ എത്രയോ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി സുഹൃത്തുക്കളെ, അപ്പോൾ അതാർക്കാണ് ചേരുക എന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് ഹദീസ്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഏത് ഗ്രന്ഥത്തിലാ കൊണ്ടുവന്നത്? അവിടുത്തെ മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്നപ്പോ അവിടെ പറയുന്ന വിഷയം തന്നെ ദുർബലരായ ആളുകളുടെയും അതേപോലെ തന്നെ സൂക്ഷ്മതയില്ലാത്ത ആളുകളുടെയും ഒക്കെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വിരോധം വന്ന അധ്യായം, അതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്ന അധ്യായത്തിലാ പറയുന്നത്.
അഥവാ കള്ള ഹദീസുകൾ കൊണ്ടുവരുന്ന കക്ഷികളെ കുറിച്ചാണ് കൂടുതലും അതിൽ മുന്നറിയിപ്പുള്ളത്. അല്ലേ, കള്ള ഹദീസുകൾ ആരുടെ കയ്യിലാണുള്ളത്? പേരോട് മറുപടി പറയട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി ഉണ്ടല്ലോ, ചിന്തിച്ചു നോക്കിക്കോ. ഇവിടെ ആയിരക്കണക്കിന് ഹദീസുകൾ, കള്ള ഹദീസുകൾ, അല്ലാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഹദീസുകളുമായി വന്നിട്ടുള്ളത് ആരാണ്? മാലമൗലീദിന്റെ കിതാബുകളൊന്ന് പരിശോധിച്ചു നോക്കൂ. സ്വഹാബത്ത് കേട്ടിട്ടില്ലാത്ത ഹദീസുകൾ കൊണ്ടുവന്ന കക്ഷികൾ ആരാ? മുജാഹിദുകൾ. അല്ലാഹുവിന്റെ റസൂല് പറയാത്ത ഒരൊറ്റ ഹദീസെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവന്നത് 100 എണ്ണം കാണിക്കാം. 100 എണ്ണം യൗതൂനക്കും മിനൽ അഹാദീസി. അവര് നിങ്ങൾക്ക് ചില ഹദീസുകൾ കൊണ്ടുവരും. ബിമാലം തസ്മഉ, അത് നിങ്ങൾ കേട്ടിട്ടില്ല. അൻതും വലാ ആബാഉക്കും, നിങ്ങളോ പൂർവീകരോ കേട്ടിട്ടില്ലാത്ത കള്ള ഹദീസുകളുമായി രംഗത്ത് വരുന്നവരും ആ ഹദീസിൽ പെടുന്നു. ആരുടെ കയ്യിലാ കള്ള ഹദീസ് ഉള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറയാത്ത ഒരു ഹദീസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളല്ലേ ഇവിടെ പ്രചരിപ്പിച്ചത്? ഈ സാധുക്കളായ മനുഷ്യന്മാരുടെ അടുത്തേക്ക് നിങ്ങളുടെ സുന്നി വോയിസിലല്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലില്ലാത്ത ഒരു ആയത്ത് നിങ്ങൾ കൊടുത്തല്ലോ. എന്നിട്ട് നിങ്ങൾ എഴുതി വിട്ടോ, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക് എന്ന ഹദീസിന്റെ ആശയം നിങ്ങൾ കൊടുത്തിട്ട്, നബിയേ എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിന്റെ ആശയവും കൊടുത്തിട്ട്, നബിയെ താങ്കളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന ആശയം വരുന്ന ആ ഒരു കള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ എന്താ കൊടുത്തത്? വീഖു എന്ന് നിങ്ങൾ കൊടുത്തില്ലേ? എന്താണ് വീഖു എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആൻ എന്നല്ലേ? പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരായത്തുണ്ടോ? ഇനി വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ് നിങ്ങളുടെ ഒരു സഖാഫി പറഞ്ഞല്ലോ. പാലക്കുറ്റിയിൽ നടന്ന ഒരു മുഖാമുഖത്തിൽ ഒരു സഹോദരൻ ചോദിച്ചല്ലോ, നിങ്ങൾ ഇല്ലാത്ത ആയത്ത് കൊടുത്തിട്ടില്ലേ സുന്നി വോയിസിൽ? അയാൾ എന്താ മറുപടി പറഞ്ഞത്? അത് മൗലൈമാർക്ക് തിരിയാഞ്ഞിട്ടാണ്. അവിടെ വീഖു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്നല്ല അർത്ഥം, വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ്. എന്നാ വിശുദ്ധ ഖുദ്സി ഹദീസിൽ അത് കാണണ്ടേ? പച്ചക്കള്ളമല്ലേ റസൂലുള്ളാഹിയുടെ പേരിൽ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അവിടെ യോജിക്കുന്നത് വിവരം കെട്ട ഖുറാഫി എന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ കള്ള വർത്തമാനങ്ങൾ കൊണ്ടുവരുന്നത് ആരാ? ബുഖാരിയിലില്ലാത്ത ഹദീസ് ബുഖാരിയിലുണ്ട് എന്ന് സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ ഹംസക്കോയ ബാക്കവി എഴുതിയിട്ടില്ലേ? സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ ഹംസക്കോയ ബാക്കവി എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പണ്ഡിതൻ, അയാൾ എഴുതിയിട്ടുണ്ട് ബുഖാരിയിൽ ഇല്ലാത്ത ഒരു ഹദീസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ബുഖാരി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം തെളിവുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. എത്രയോ കള്ള ഹദീസുകൾ മൗലിദിന്റെ കിതാബുകളിലുണ്ട്, മാലപ്പാട്ടുകളിലുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ഹദീസുകളുമായി രംഗത്ത് വരുന്നത്, സഹാബത്തിന് പരിചയമില്ലാത്ത ഹദീസുകളുമായി രംഗത്ത് വന്ന പല കക്ഷികളും വന്നിട്ടുണ്ട് പിൽക്കാലത്ത്. ഖവാരിജുകൾ അങ്ങനെ ഹദീസ് കെട്ടിയുണ്ടാക്കിയവരാണ്. മുഅ്തസിലത്ത് കക്ഷി അങ്ങനെ ഹദീസ് കെട്ടിയുണ്ടാക്കിയവരാണ്. ഷിയാക്കൾ അങ്ങനെ ഹദീസ് കെട്ടിയുണ്ടാക്കിയവരാണ്. അങ്ങനെ ഒരുപാട് ബിദ്അത്തിന്റെ കക്ഷികൾ ഈ അർത്ഥത്തിൽ പല നിലക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ഒരുപോലെ ഉൾപ്പെടുന്നു ഈ ഹദീസിലൊന്ന് പഠിച്ചു വെച്ചോളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് മുജാഹിദുകളല്ല, സലഫികളല്ല എന്ന് പഠിച്ചു വെച്ചോ. മറിച്ച് പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നത് ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇനിയുള്ള പ്രസംഗങ്ങൾ ആരാണ് പുതിയ വാദങ്ങളുമായി രംഗത്ത് വരുന്നത് ശരിക്ക് പഠിച്ചു വെച്ചോ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടോളൂ. ഞാൻ ഈ പ്രസംഗത്തിൽ, കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു, മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടാൻ നിങ്ങൾക്കെന്താ അർഹത? മക്കയിലെയും മദീനയിലെയും ആശയങ്ങൾ പറയാൻ നിങ്ങൾക്കെന്താ യോഗ്യതയുള്ളത്? മക്കയിലും മദീനയിലുമൊക്കെ ആണ്ട് നേർച്ച നടക്കുന്ന ഡേറ്റ് എന്നാ, അവിടെ കൊടികുത്ത് നേർച്ച നടക്കുന്ന ഡേറ്റ് എന്നാ എന്നൊക്കെ ഓരോന്നും ചോദിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയുന്നു, എന്ത് സെലഫി ഇവിടെ എന്നോട് 13 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാ ചോദ്യത്തിനും മറുപടിയും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്റെ ചോദ്യം മൂപ്പര് കേൾപ്പിക്കുന്നുണ്ട്, മൂപ്പരുടെ ഉത്തരങ്ങളും പറയുന്നുണ്ട്. ഓരോന്നായി ഇൻഷാ അല്ലാഹ് ഇനി അതിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രദ്ധിച്ചോളൂ.
എന്താ ചോദ്യം നിങ്ങൾ ആദ്യം കേൾക്കും, മറുപടി ഞാൻ പിന്നെ പറഞ്ഞുതരാം. വരട്ടെ മൗലവിന്റെ ചോദ്യം. ഒന്ന് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ആണ്ട് നേർച്ചന്റെ ഡേറ്റ് എന്നാ? അവിടെ കൊടികുത്ത് നേർച്ചന്റെ ഡേറ്റ്. അവിടെ കബറ് കെട്ടാൻ ആരാ പോകാറത്? പേരോടാള് പറഞ്ഞേക്കലുണ്ടോ? അവിടെ വിളക്ക് കത്തിക്കാൻ ആരെയാ പറഞ്ഞേക്കല്? സിറാജുദ്ദീനിലെ കുട്ടികളാണോ അവിടെ കബറിന് വിളക്ക് കത്തിക്കല്? അവിടെ കബറിന്റെ ചുറ്റും തവാഫ് നടക്കാറുണ്ടോ? അതുപോലെ തന്നെ കബറിന്റെ അടുക്കൽ വെച്ച് സഅയ് നടത്താറുണ്ടോ? എണ്ണത്തിരി കത്തിച്ച് വെക്കാറുണ്ടോ? മഖബറയിൽ പോയിട്ട് അവിടെ പോയിട്ട് സത്യം ചെയ്യുന്ന പരിപാടി മക്കയിലോ മദീനയിലോ ഉണ്ടോ? ഇത് അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വേറെയും പറയാ, നിസ്കാരല്ലേ, കൂട്ടപ്രാർത്ഥന ഉണ്ടോ? നിങ്ങൾ ഈ പള്ളിയിലില്ലേ, ഈ പള്ളിയിൽ നിങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ഏത് മക്കത്തുനിന്നും മദീനത്തും നിങ്ങളെ പഠിച്ചത്? ഈ പള്ളിയിൽ നിങ്ങൾ മാശറവിളി നടത്തുന്നത് ഏത് മക്കത്തുനിന്നും മദീനത്തും നിങ്ങളത് പഠിച്ചത്? നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ദിക്രി ചൊല്ലി പോകുന്നത് മക്കത്തും മദീനത്തുണ്ടോ? നിങ്ങൾ തൽഖീൻ ചൊല്ലുന്നു മക്കത്തും മദീനത്തും ഉണ്ടോ? നിങ്ങൾ ബാങ്ക് ഇഖാമത്തും കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുന്നത്. ഇഖാമത്ത് വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ സ്വലാത്ത് ചൊല്ലുന്നു. നിങ്ങളെ പള്ളിയിൽ അങ്ങനല്ലേ? അത് മക്കത്തുണ്ടോ മദീനത്തുണ്ടോ? നിങ്ങളെ പള്ളിയിൽ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നു, ഖുനൂത്ത് ഓതിട്ടില്ലെങ്കിൽ ആ മുബ്തദിയാന്ന് പറയുന്നു. മക്കത്തെ പള്ളിയിലുണ്ടോ? മദീനത്തെ പള്ളിയിലുണ്ടോ? എന്താ നിങ്ങൾ ഈ പറയുന്നതിന്റെ ബുധമാ? ശ്രദ്ധിച്ചില്ലേ? മക്കയിലും മദീനയിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ ചോദിച്ചതാ. എത്രയോ കാര്യങ്ങൾ എണ്ണി ചോദിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചില സംഗതികൾ ചോദിച്ചതാണ്. അങ്ങനെ എന്റെ ചോദ്യത്തിന് ഇനി മൂപ്പര് മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. മറുപടി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ ചോദ്യം എന്തായിരുന്നു എന്ന്. ഞാൻ ചോദിച്ചു, മക്കയിലും മദീനയിലും ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്നാ? ആണ്ട് നേർച്ച എന്നാണ് എന്റെ ചോദ്യം. കൊടികുത്ത് നേർച്ച എന്നാണ് എന്റെ ചോദ്യം. ചോദ്യത്തെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് മറുപടി പറയാൻ ആരംഭിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. 13 വിഷയ ചോദിച്ചത്. 13ന്റെയും മറുപടി പിടിച്ചോ. അത് മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത് നേർച്ചയാക്കലുണ്ടോന്ന്? ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കേട്ടോ, മനസ്സിലായില്ലപ്പോ? മക്കത്തെ ആണ്ട് നേർച്ചയാണ് ഹജ്ജ്. മനസ്സിലായില്ലേ? ഇതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. നിങ്ങൾ കേൾക്കാത്ത പല വാദങ്ങളുമായി ചില ദജ്ജാലികൾ കസ്സാബുകൾ രംഗത്ത് വരും. സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഹജ്ജ് ചെയ്തിട്ടില്ലേ? റസൂല് ഹജ്ജ് ചെയ്തിട്ടില്ലേ? അത് ആണ്ടായിരുന്നോ ആണ്ട് നേർച്ചയായിരുന്നോ? ഇയാൾ ചോദ്യത്തെ തന്നെ അട്ടിമറിച്ചു. ആണ്ട് എന്നല്ല ഞാൻ ചോദിച്ചത്. ഇനി അതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്താണല്ലേ ചോദിച്ചത്. എന്റെ ചോദ്യത്തിന്റെ ഗുട്ടൻസ് എന്താണ്? അന്നം തിന്നുന്ന മുഴുവൻ ആളുകൾക്കും തിരിഞ്ഞിട്ടുണ്ട്, പേരോടിലല്ലാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ? മക്കത്തും മദീനത്തും ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്താ? എനിക്ക് ഡേറ്റ് ഒന്നും തരണ്ട, എപ്പോഴവിടെ ആണ്ട് നേർച്ച നടക്കല് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ച ആണ്ട് നേർച്ച എന്താ? ഇയാൾക്കതാ തിരിയോല്ലോ. ഞാൻ എന്താ ചോദിച്ചിരുന്നു ഇയാൾക്ക് മനസ്സിലാകായിട്ടല്ല. പക്ഷേ സലഫിയുടെ 13 ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇത് വരുത്തി തീർക്കണം മൂപ്പർക്ക്. അപ്പൊ ഇതിന് ആണ്ടുണ്ട്. ഏതാ ആണ്ട്? ഹജ്ജ്. എല്ലാരും ആണ്ടിന് പോവുക. പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് കുഞ്ഞമ്മദാക്കയും അതുപോലെ തന്നെ പാത്തുമ്മത്താത്തിയൊക്കെ ക്യൂല് നിൽക്കുകയാണ്. എന്തിനു? പാസ്പോർട്ട് എടുക്കാൻ. എന്തിനാ പാസ്പോർട്ട്? മക്കത്ത് ആണ്ട് നടക്കുന്നുണ്ട്, അവിടേക്ക് പോവുക അല്ലേ? ആണ്ട് നേർച്ചക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. ആണ്ട് നേർച്ചക്ക് കൊട്ടയും ജയിലും കത്തിയൊക്കെ ആയിട്ട് പോവുക. ആണ്ട് നേർച്ച. ആണ്ട് നേർച്ച എന്താന്ന് ഈ സാധുവിന് മനസ്സിലായോ? അതോ മനസ്സിലാകായിട്ടോ? മനസ്സിലാകായിട്ടൊന്നുമല്ല, വിളവൻ കുഞ്ഞാപ്പു അല്ലേ ഇത്? ഈ കുഞ്ഞാപ്പൂന് ഇത് തിരിയായിട്ടാ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താണ്? അവിടെ കുടുങ്ങിയത് കൊണ്ട് തന്നെയാണ് ആണ്ടാക്കി മാറ്റുന്നത്. ഹജ്ജ് ആണ്ടോ? ആരുടെ ആണ്ടാ? ആരുടെ ആണ്ട് നേർച്ചയാ ഹജ്ജ്? പേരോട് പറയട്ടെ. ഇബ്രാഹിം നബിയുടെ ആണ്ടാ? ഇസ്മായിൽ നബിയുടെ ആണ്ടാ? ആണോ? സുഹൃത്തുക്കളെ, എന്താ ആണ്ട് നേർച്ച? പഠിച്ചു വെച്ചോ. ആണ്ടു നേർച്ച നിങ്ങൾ പഠിപ്പിക്കുന്ന നിർവചനത്തിൽ നിന്നാ ഞാൻ ചോദിക്കുന്നത്. ആണ്ട് നേർച്ച കേട്ടോളൂ. എന്താ ആണ്ട് നേർച്ചയുടെ തരീഫ് നിർവചനം പഠിച്ചോ. മഹാന്മാരുടെ മഖ്ബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച്
കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടുനേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്. തെക്കൻ കേരളത്തിൽ ചന്ദനക്കുടമെന്നും തമിഴ്നാടുകളിൽ കന്തൂരി എന്നും വടക്കേ ഇന്ത്യയിൽ ഉറൂസ് എന്നും ഈ ആഘോഷത്തിന് പറയുന്നു. മരണത്തോടെ ആത്മാവ് എന്ന മണവാട്ടി അല്ലാഹു എന്ന മണവാളനുമായി സന്ധിക്കുന്നു എന്നാണ് സൂഫി ദർശനം. നിങ്ങൾ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണിപ്പോ? ഒരാളുടെ നിര്യാണത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്നത്. ഇബ്രാഹിം നബി ദുൽഹജ്ജ് 10-നാണോ പേരോടെ മരിച്ചത്? ആണോ? ഇബ്രാഹിം നബിയുടെ ആ മരണത്തോട് നിര്യാണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങാണ് ഹജ്ജെന്ന് ആരാ പഠിപ്പിച്ചത്? ഇതല്ലേ ദജ്ജാലിന്റെ വർത്തമാനം? ഇത് റസൂലുള്ളാഹിയുടെ വർത്തമാനമാണോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആണ്ട് നേർച്ചയാണ്, അല്ലെങ്കിൽ ആ നിലക്ക് അവരുടെ നിര്യാണത്തോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണിത് എന്ന് എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ പഠിച്ചു വെക്കുന്നു. ഈ പേരോടിന് ഉറക്കം നടിക്കുകയാണ്. അയാളെ ഉണർത്താൻ കഴിയൂല. അയാൾ ഉറങ്ങല്ല, അയാൾ ഉറക്കം നടിക്കുകയാണ്. എന്ത് കൂലിക്ക് വിളിച്ചിട്ടും ബോംബ് വെട്ടിയാലും ഉണരൂല. പക്ഷേ ഒരുപാട് പാവങ്ങൾ ഉറങ്ങുന്നുണ്ട്, കഥയറിയാതെ ആട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെച്ചോ, ഹജ്ജിന് പോകുന്നത് ആണ്ട് നേർച്ചക്ക് പോകുന്നതല്ല. അപ്പൊ ആണ്ട് നേർച്ചയാണെന്നാ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ച നേർച്ച ഏതാണെന്നറിയോ? ഞങ്ങൾ ചോദിച്ച നേർച്ച പേരോടിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ പറയുന്ന ആണ്ട് നേർച്ചക്ക് ചില സാമ്പിളുകൾ പട്ടാമ്പിയിൽ നടക്കുന്നുണ്ട്, കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ചില സാമ്പിളുകളൊന്ന് കണ്ടോളൂ. നിങ്ങളുടെ ആണ്ട് നേർച്ചകളുടെ സാമ്പിളുകൾ ശ്രദ്ധിച്ചു കാണുക. ചരിത്രപ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച കാണാനെത്തിയ ഏവർക്കും കൊണ്ടോട്ടി അൽഫലാ ഡ്രൈവിംഗ് സ്കൂളിന്റെ 1000 നേർച്ച ആശംസകൾ.
നേർച്ച നേർച്ചയിൽ വല്ലർ നേർച്ച കൊണ്ടോട്ടി നേർച്ച നേർച്ചയിൽ വല്ലർ നേർച്ച കൊണ്ടോട്ടി നേർച്ച നേർച്ചയിൽ വല്ലർ നേർച്ച കൊണ്ടോട്ടി നേർച്ച വല്ലോക്ക് പൊട്ടിണതി കൊണ്ടോട്ടി ചെക്ക് വല്ലോക്ക് പൊട്ടിണതി കൊണ്ടോട്ടി ചെക്ക് വല്ലോക്ക് പൊട്ടിണതി കൊണ്ടോട്ടി ചെക്ക്. കേട്ടില്ലേ? ഇതാണ് ഇപ്പൊ നീണ്ടു നേർച്ച മക്കത്ത് നടക്കണ ആണ്ടാപ്പത്. കേട്ടില്ലേ? ഇസ്ലാമിന്റെ പേരിലാ സുഹൃത്തുക്കളെ ഇതൊക്കെ കാണിക്കാൻ വിഷമുണ്ട്. ഇസ്ലാമിന്റെ പേരിലാ ഈ ചാട്ടവും പാട്ടും കൂത്തും ആട്ടമൊക്കെ. ഈ ആഘോഷങ്ങൾ ഈ ആചാരങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഒരുത്തൻ ഡാൻസ് ആടുന്നുണ്ടല്ലേ? സ്വീകരിക്കാൻ വേണ്ടി ഒരു കുതിരന്റെ പുറത്ത് ഒരു തൊപ്പി വെച്ച വേറൊരു കുതിരക്കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ? തങ്ങളാന്ന് പറഞ്ഞിട്ട് ആ കുതിരന്റെ ഒരു മാനസികമായ പക്വത പോലും എത്തിയിട്ടില്ലാത്തൊരു മനുഷ്യൻ ഇസ്ലാമിന്റെ പേരിലായി നടക്കുന്നതൊക്കെ. എന്നിട്ട് നേർച്ചയില് വലിയ നേർച്ച കൊണ്ടോട്ടി നേർച്ച, വല്യോക്ക് പൊട്ടീണത് കൊണ്ടോട്ടീർച്ചക്ക് എന്താ മൗലൂദ്? പാടി പുകഴ്ത്തി ഈ നിലക്ക് സാർഗര എല്ലാ തോന്യാസങ്ങളും. ചെണ്ടമുട്ടുണ്ട്, കോൽക്കളിയുണ്ട്, അറബനയുണ്ട്, മദ്ദളമുണ്ട്, എല്ലാ പരിപാടികളുണ്ട്. അപ്പൊ ചോദിക്കും, എന്തിനാ സലഫി മൗലവി നിങ്ങൾ നാദാപുരത്തെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഞങ്ങളിതൊക്കെ അനുകൂലിക്കുന്നുണ്ടോ? ഞങ്ങളിതൊക്കെ എതിർക്കുന്ന കക്ഷികളല്ലേ? ഞങ്ങളിതൊക്കെ അനുകൂലിക്കുന്നവരാണെന്ന് നിങ്ങൾ എന്തിനാ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നത്? ഞങ്ങളൊന്ന് കേൾക്കണോ? ജനങ്ങൾ അത്ര പാവപ്പെട്ടവരൊന്നും അല്ല കേട്ടോ. എനിക്ക് ശരിക്കറിയാ നിങ്ങളെ. വായിക്കണോ? എന്നാ വായിച്ചു കേട്ടോളൂ. ഇത് നിങ്ങളുടെ പത്രമാണ്. സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മറുപടി ഉണ്ടെങ്കിൽ പറയണേ മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ പത്രത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ. ഒരു ഹെഡിങ്, ചെണ്ടമുട്ട്. ചെണ്ടമുട്ട് കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഈ ഇമാമുൻ നവവി ഇമാമും ഒത്തിരിക്കുന്നു. ഇവരെ ഒത്താ പിന്നെ കാര്യം പിന്നെ പോക്കായില്ലേ? ഇവരൊത്തു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുള്ളത്? കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണ്. ഇവിടെ ഇപ്പൊ കൂബത്ത് ഒഴികെയുള്ളതാ മുട്ടിയത്. കൂബത്ത് ഈ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ഇനി കേട്ടോളൂ. ഇമാം നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിന്റെ ശറഹായ തുഹ്ഫ, നിഹായ, മുഗ്നി, സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. തുടി അല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളൂ. ശൈഖന്മാരുടെ മഖ്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്റൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമത്ത് റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് തുടി അല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു. ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ തുടിമുട്ടൽ ഹറാമുമാകുന്നു. വിരോധത്തിന്റെ ചെണ്ടകൾ അല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെട്ടതല്ല, തുടി വിലങ്ങേണ്ടതാകുന്നു. അപ്പൊ തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടും ജായിസാണ്. നിങ്ങളുടെ സുന്നി വോയിസിലാ എഴുതിയത്, നിങ്ങളുടെ സുന്നി വോയിസിലാ വന്നത്. ഇനി അതിലിങ്ങനെ പിപ്പിപ്പി കുഴൽവിളി കേട്ടില്ലേ? അതിനെപ്പറ്റി എന്താ നിങ്ങൾ പറഞ്ഞത്? കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, അംബിയ ഔലിയ എന്നീ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് കൊടികളോടുകൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. കരിമരുന്ന് പ്രയോഗം ഹറാമാണെന്ന വാദത്തെ ഖണ്ഡിച്ചും ഹലാലാണെന്ന് സ്ഥാപിച്ചും കൊണ്ട് അശൈഖ് മുഹമ്മദ് മുഖ്താറുൽ ജാവി എന്ന മഹാന്റെ അസ്സവാഇഖുൽ മുഹരിഖ എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഇത് നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചത്. അതുകൊണ്ടും തീർന്നില്ല. ഈ വാദത്തെ നിങ്ങളല്ല എതിർത്തത്, ഞങ്ങളാ എതിർത്തത്. കേട്ടോളൂ. മുജാഹിദുകളാണ് ഈ രൂപത്തിലുള്ള എല്ലാ അനാചാരങ്ങളെയും ആദ്യമായി എതിർത്തത് എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സുന്നി വോയിസ് ഞങ്ങൾക്ക് നൽകുന്നു. കേട്ടോളൂ. ഔലിയാക്കളുടെ മസാറുകളിൽ കഴിച്ചു വരാറുള്ള ആണ്ട് നേർച്ചകളിൽ ചെണ്ടകൊട്ട്, കുഴൽവിളി, കരിമരുന്നു പ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾ നിഷിദ്ധങ്ങളാണെന്നും അതിനാൽ അത്തരം കാര്യങ്ങൾ നടക്കുന്ന ആണ്ട് നേർച്ചകൾ
നിരോധിക്കേണ്ടതാണെന്നും ചിലർ പറയാറുണ്ട്. ആദ്യമായി വഹാബികളാണ് സുന്നികൾക്കിടയിൽ ഈ വെടി പൊട്ടിച്ചത്. അപ്പൊ ഇത് പാടില്ല എന്നുള്ള വെടി പൊട്ടിച്ചത് ആരാ? വഹാബികളാണ്, അഥവാ മുജാഹിദുകളാണ്. ഇത് നിങ്ങൾക്കിത് എതിർക്കാൻ സാധിക്കോ? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉപ്പ പാടിയ പാട്ട് ഞാൻ നിങ്ങളോട് ഇവിടെ പാടി കേൾപ്പിച്ചില്ലേ? നിങ്ങളൊരക്ഷരം മിണ്ടിയോ? ഞാനിതെന്തിനാ വളരെ സാവകാശം പറയുന്നത്? ഇനി നാളെ പറയണ്ടാരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ പറയണ്ട. നിങ്ങൾ ഇവിടെ കുറെ തോന്യാസം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ പെരടിയിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതിരിക്കാനാ പറയുന്നത്. നിങ്ങളുടെ പെരടിയിൽ വെച്ചുകെട്ടും ഞങ്ങള്. ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങളുടെ മാസികയിലാണ്, നിങ്ങളുടെ സുന്നി വോയിസിലാണ് എഴുതിയത്. മാത്രമല്ല, മഖ്ദൂം തങ്ങളാൽ വിരചിതമായ ബൈത്ത് കേട്ടോളൂ. നടുവൊങ്ങി തല രണ്ടും ഇരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാത്തിട്ടം ലികുല്ലിൻ മഹല്ലലിൻ കചണ്ടാവറുഷും ഒറ്റ ആലാത്തി ലർബത്തി കദഫി മലൈബാരിൻ വഗൈരിൻ ബിയറവന ഹലാലുൻ ഹലാലുൻ ലാ ഹറാമുൻ ലിസുംഅതി. ഇത് തന്നെ ഖാജൽ ഹൈതമി ബി തുഹ്ഫത്തിൻ ബിബിളിച്ചാകെ മുട്ടുമുടുക്കാക്കിയിട്ട് പറഞ്ഞുള്ള ശുദ്ധത്തി ലിമുട്ടുന്ന ശറയിൽ പൂട്ട് അഹ്കാമതാണതും വബിളിക്കുന്ന ന്യായം നോക്കി കേട്ടോ ബിയഖ്ലതി വകുയലുല്ലദീ ഫീനാ തുറാഇ ബിപീപ്പിളി ഹലാലുൻ കദാ ബഅദിൻ അഖീദൂന മിർയതി ബിഹില്ലിൻ ഇമാമുർ റാഫിഈ ഖാൽ പറഞ്ഞതും ഇമാമുൻ നവവിമാർ പറഞ്ഞു ബിഹുർമതി. അഖീരണ്ടിലും ബോധിച്ച ഏതൊരു ഹോജനെ കമാശിത്ത പിടിച്ചോ സുമ്മ എടുത്തോ ബിനഫ്ഖതി. ഇദാ കാന ഫിൽ ബുൽദാനി നേർച്ചാവനഹു ഖിതാനും വഖത്മുൻ മംഗലം ഹീന ഫർഹത്തിൻ ബിഉലമായിനായെതിരേറ്റു പോകുന്ന നേരത്തും അഖീ മുട്ടണം ഒഴിക്കാതെ ചെയ്തോലി ഹൈബത്തിൻ വനായല്ല ബഅദുന്നാസി അഫ്താ ബിഹുർമത്തിൻ ലിതർകം കദാ ബഅദിൻ ലിഖുലിഖിൻ ലിതർകതി ഫസമ്മാ ബിഇബ്രാഹീമ നാദീമ ഹാദിഹി അബി ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമി ലഗ്ബതി. പാടി പറയാൻ അർത്ഥം പറഞ്ഞു തെറ്റി എന്ന് പറയേണ്ടതല്ല. ബൈത്തിന്റെ ചുരുക്കസാരം കേൾപ്പിച്ചു തരാം. സലഫിക്ക് മനസ്സിലായില്ല എന്ന് പറയണ്ട. നിങ്ങൾ കൊടുത്ത അർത്ഥം തന്നെ വായിക്കുന്നു. നടുകുടുങ്ങി തല രണ്ടും വികസിച്ച ചണ്ട ഹറാമാണ്. അതല്ലാത്ത മലബാറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുട്ടുകളും ഹലാലാണ്. ഇതാണ് മുട്ടുന്നതിന്റെ ശറഇന്റെ വിധി. കുഴൽ വിളിയും ഇതേ പ്രകാരം ഹലാലാണ്. തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹലാലാണെന്ന് പറഞ്ഞിട്ടുള്ള ഇമാമിനെ പിടിച്ച് യാതൊരു സംശയവും കൂടാതെ കുഴലെടുത്ത് വിളിച്ചോ. നാട്ടിന് നടക്കുന്ന നേർച്ചകൾ, പണ്ഡിതന്മാരെ എതിരേറ്റു കൊണ്ടുപോവൽ, വിവിധ തരത്തിലുള്ള കല്യാണങ്ങൾ തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളിലും മുട്ടും വിളിയും നടത്തണം. ഇത്തരം വിഷയങ്ങളിൽ എന്തായാലും മുട്ടുക തന്നെ വേണം. മുട്ടലിനെ ഉപേക്ഷിക്കരുത്. മുട്ടുക എന്നത് മേലുദ്ധരിച്ച കാര്യങ്ങൾക്ക് ഭയഭക്തിയാണ്. ചില ജനങ്ങൾ ഇതെല്ലാം തെറ്റാണെന്ന് പറയും. അത് ഒരിക്കലും ന്യായമല്ല. അത് എതിർക്കാൻ വേണ്ടി തർക്കിക്കുകയാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പിതാവ് ശൈഖ് ഇബ്രാഹിം മഖ്ദൂം തങ്ങളാകുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടി? നിങ്ങൾ മിണ്ടിയോ അതിനെ സംബന്ധിച്ച്? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ പേരിൽ വെറുതെ പറയുന്നതാണ്. അപ്പോ ആണ്ട് നേർച്ചാന്ന് ചോദിച്ചാ എന്താ പറയുന്നത്? മക്കത്തുള്ള ആണ്ടാണ് ഇത്ര, മക്കത്തുള്ള ആണ്ട് നേർച്ചയാണ് ഹജ്ജ്. മൗലവിക്ക് മതറിയോ? മൗലവിക്ക് മതറിയോ? മൂപ്പരിക്ക് മതം അറിയാം. ദാനന്റെ മതാവാഞ്ഞാ മതി. ഇത് ദീനറിയോ എന്നാ ചോദിക്കുന്നത്. പിന്നെ അടുത്തെന്റെ ചോദ്യം എന്താ? ഞാൻ ചോദിച്ച അടുത്ത ചോദ്യം എന്തായിരുന്നു? എന്റെ ചോദ്യം രണ്ടാമത്തെ നേർച്ച ചോദ്യം എന്തായിരുന്നു അറിയോ? കൊടികുത്ത് നേർച്ചയുടെ ഡേറ്റ് എന്നാണ് ഞാൻ ചോദിച്ചത്. രസകരമായി മൂപ്പര ചോദ്യത്തെ അട്ടിമറിച്ച് ആലിമവറുകൾ നൽകുന്ന ഫത്വ കേട്ടോളൂ.
കൊടി കുത്തലുണ്ടോ എന്ന്. എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? കേട്ടോ, കൊടികുത്ത് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകൾ എന്താ പറഞ്ഞത്? കൊടികുത്തുണ്ടോ ഒരു സലഫി ചോദിക്കുന്നത്. കൊടികുത്ത് എല്ലാ രാജ്യങ്ങളിൽ കൊടി മിനയിലും അറഫയിലും ഇല്ലേ? എല്ലാ രാജ്യങ്ങളിൽ കൊടി അവിടെ കുത്തിയിട്ടില്ലേ? ഇതാ തിരിച്ചറിഞ്ഞോ? നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ശരിക്ക് പഠിച്ചു വെച്ചോ. ഇതിന് കിതാബോധണ്ട. ഞാൻ ചോദിച്ചെന്താ? കൊടികുത്ത് നേർച്ചയാ. കൊടി കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോടത് പഠിപ്പിക്കണോ? പല പ്രാവശ്യം ആ നാട്ടിലൊക്കെ പോകാൻ അവസരം കിട്ടിയ ആളുകളില്ലേ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ? ഞാൻ അവിടെ ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ കൊടി കുത്തിയിട്ടുണ്ടോ എന്നാണോ പേരോടെ ചോദിച്ചത്? എന്തിനായി അട്ടിമറി? മൂപ്പര് പറയണ എല്ലായിടത്തും ഇനിയിപ്പോ പേരോടും കൂട്ടരും ഒക്കെ ഇനിയിപ്പോ നേർച്ചയെന്നും പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കും ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക്. എല്ലാ രാജ്യങ്ങളിൽ ലോകകപ്പ് നടക്കുമ്പോ എല്ലാവരും കൊടി ഉണ്ടാവും അവിടെ. വമ്പം കൊടികുത്ത് നേർച്ച നടക്കുന്നുണ്ട് എന്ന് സിറാജിൽ പരസ്യം വരും അല്ലേ? വമ്പിച്ച കൊടികുത്ത് നേർച്ച പങ്കെടുക്കുന്നത് മറഡോണ അല്ലേ, അല്ലെങ്കിൽ സാനിയ മിർസ ബീവി അല്ലേ, ആണ്ടിലല്ലേ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ നാണ്ട് നേർച്ച. എന്തിനാ ഈ അട്ടിമറി? ഞങ്ങൾ എന്താ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ കൊടികുത്ത് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്തുക്കളെ, ഓരോ ഏഷ്യാഡ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലോകകപ്പ് നടക്കുമ്പോഴോ പല കളികളും നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ രാജ്യത്തും അവിടെയൊക്കെ പല രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും കൊടി കുത്തൂലേ? ദുബായിൽ പോയി നോക്കിയാൽ അതേപോലെ തന്നെ UAE-യുടെ എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ഇനി സൗദി അറേബ്യയിലോ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈറ്റിലോ എവിടെ പോയാലും അതാത് രാഷ്ട്രങ്ങളിൽ മറ്റു രാഷ്ട്രങ്ങളുടെ എംബസികളുടെ മുമ്പിൽ ആ രാഷ്ട്രങ്ങളുടെ കൊടി കാണാം, വിവിധ രാജ്യങ്ങളുടെ കൊടി കാണാം, പല ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളുടെയും ഒക്കെ മുമ്പിൽ കാണാം. ഇതാ ഞാനോ ഞാൻ ചോദിച്ചത്? കൊടികുത്തുണ്ടോ? കൊടികുത്ത് നേർച്ച എന്നുള്ളത് കൊടികുത്താക്കി മാറ്റി മൂപ്പര്. ഞാൻ ചോദിച്ചത് ഇപ്പൊ മൂപ്പരോട്, മക്കത്തും മദീനത്തും ആരെങ്കിലും കൊടി കുത്തിയിട്ടുണ്ടോ? കൊടി കുത്തിയിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. ഇതാണ്. തിരിച്ചറിഞ്ഞോ നിങ്ങൾ? ചോദ്യം ഒന്ന് വേറൊന്ന് അട്ടിമറിക്കുക. ഇനി പഠിച്ചു വെച്ച സുഹൃത്തുക്കളെ, ഇത്ര പച്ച മലയാളത്തിൽ ഈ ഉള്ളവൻ ചോദിച്ച ഒരു ചോദ്യത്തെ ഇങ്ങനെ അട്ടിമറിച്ച് മറുപടി പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഹദീസിൽ ഇതൊക്കെ അറബിയിലല്ലേ? സാധാരണക്കാരന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി എത്ര വമ്പിച്ച അട്ടിമറിയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച കൊടികുത്ത് എന്താ നിങ്ങൾക്ക് കാണണോ? എന്നാ കാണിച്ചു തരാ. ഞങ്ങളുടെ കൊടികുത്ത് നേർച്ച എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലുകളും കൂടി ഒന്ന് കണ്ടോളൂ. കണ്ടില്ലേ? കൊടികളാണ് ധാരാളം കാണുന്നത്.